white chemical compound becomes hard on mixing proper quantity of water proper quantity of water. It is also used to maintain broken bonds in fixed position. And the question A, name the chemical compound and write its chemical formula. And രണ്ടാമത്തെ question, write the chemical equation to show what happens when water is added to this compound in proper quantity. അപ്പം കെമിക്കൽ കോമ്പൗണ്ട്, അതായത് ഇവർ പറഞ്ഞിരിക്കുന്നത് ഒരു വൈറ്റ് കെമിക്കൽ കോമ്പൗണ്ട് ആണ്. അത് ഹാർഡ് മിക്സിംഗ് വിത്ത് പ്രോപ്പർ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ. വെള്ളം ചേർക്കുമ്പോൾ അത് കട്ടിയാവും. ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ടു മെയിൻറ്റെയിൻ ബ്രോക്കൺ ബോൺസ് ഇൻ ഫിക്സഡ് പൊസിഷൻ. അപ്പോഴേ നമുക്ക് മനസ്സിലാക്കാം പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ് ആ കോമ്പൗണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. അതായത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ് ആ കോമ്പൗണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. അതേപോലെ തന്നെ അതിന്റെ കെമിക്കൽ ഫോർമുല, പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ കെമിക്കൽ ഫോർമുല CaSO4 ഡോട്ട് ഹാഫ് H2O ആയിരിക്കും പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ കെമിക്കൽ ഫോർമുല. അത് ഓർത്ത് വെക്കുക. ഇനി അവർ ചോദിച്ചിരിക്കുന്നത് വാട്ടർ ആഡ് ചെയ്യുമ്പോൾ എന്ത് നടക്കും എന്നുള്ളതാണ് അവർ ചോദിച്ചിരിക്കുന്നത്. വാട്ടർ ആഡ് ചെയ്യുമ്പോൾ ഒന്നുമില്ല. CaSO4 ഡോട്ട് ഹാഫ് H2O വാട്ടർ ആഡ് ചെയ്യുമ്പോഴത്തേക്കും അതെന്തായിട്ട് മാറുമെന്നറിയാമോ? ജിപ്സം ആയിട്ട് മാറും. CaSO4 2H2O ആയിട്ട് മാറും. അതാണ് രണ്ടാമത്തെ ആൻസർ. CaSO4 ഡോട്ട് ഹാഫ് H2Oയ്ക്കകത്ത് നമ്മൾ എന്ത് ആഡ് ചെയ്യാൻ പോവാ? നമ്മൾ 1.5 വാട്ടർ മോളിക്യൂൾ ആഡ് ചെയ്യാൻ പോവാ H2O. അപ്പൊ എന്താവും? 1.5 അരയും കൂടി ചേർത്ത് 2 ആവും. അപ്പൊ CaSO4 ഡോട്ട് 2H2O ആയിട്ട് മാറും. ഇതായിരിക്കും അതിന്റെ ആൻസർ. ഇത് ജിപ്സം എന്നും കൂടെ എഴുതുക. എന്നിട്ട് എഴുതുക it changes into gypsum. into gypsum when proper quantity of water is added to it. അടുത്തത് ചോദിക്കുന്നത്, അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത്, വാട്ട് ഈസ് വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ? വാട്ട് ഈസ് വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ? നെയിം ആൻഡ്
formula, name and give formula of two salt which contain water of crystallization. നമ്മൾ പറഞ്ഞു, അതായത് ഇത് എന്താണ് H2O എന്ന് പറയുന്നത് ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള കോമ്പൗണ്ടുകളെയാണ് എന്താണ്, അതായത് നമ്മൾ നേരത്തെ എഴുതിയില്ലേ CaSO4.12H2O അല്ലെങ്കിൽ 2H2O, ഇതൊക്കെ വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ ആണ്. അപ്പോൾ വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ ഉള്ളതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ കോമ്പൗണ്ടുകൾക്കെല്ലാം കളർ. ഇപ്പൊ CuSO4 എന്ന് പറയുന്ന കോപ്പർ സൾഫേറ്റ് എന്ന് പറയുമ്പോൾ ഹൈഡ്രേറ്റഡ് കോപ്പർ സൾഫേറ്റ് CuSO4.12H2O, അതിനെ ബ്ലൂ വിട്രിയോൾ എന്ന് പറയും, അതിന് ബ്ലൂ കളറാണ്. FeSO4.7H2O എന്ന് പറയുന്ന ഫെറസ് സൾഫേറ്റ്, ഹൈഡ്രേറ്റഡ് ഫെറസ് സൾഫേറ്റിനെ നമ്മൾ ഗ്രീൻ വിട്രിയോൾ എന്ന് പറയും, ഗ്രീൻ കളറിലായിരിക്കുന്നത്. ഓക്കെ, അതേപോലെ നമ്മുടെ വാഷിംഗ് സോഡ ഉണ്ട് Na2CO3.10H2O, അവിടെ വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ. അപ്പം ആ 10H2O, 5H2O, 7H2O ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം അത് ഈ പറഞ്ഞ പോലെ തന്നെ വാട്ടർ മോളിക്യൂൾസ് ക്രിസ്റ്റൽ ഫോമിൽ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതായത് കൽക്കണ്ടം പോലെ വാട്ടർ മോളിക്യൂൾ ഇരിക്കും, കളർഡ്. അത് വരുമ്പോഴത്തേക്കും കോമ്പൗണ്ട്സ് കളർഡ് ആവും, അതാണ് അതിന്റെ ഒരു പ്രത്യേകത. അപ്പം അത് എന്താണ് എഴുതാൻ നമുക്ക് വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ ഞാൻ ഡെഫിനിഷൻ നമ്മുടെ നോട്ടിനകത്ത് തന്നാണ്, എന്നാലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതിയെടുത്തു. അതായത് ദ വാട്ടർ മോളിക്യൂൾസ് present in crystalline salt are called water of crystallization. വാട്ടർ മോളിക്യൂൾ പ്രസന്റ് ഇൻ ക്രിസ്റ്റലൈൻ സോൾട്ട്, അതായത് ക്രിസ്റ്റൽ ഫോമിൽ വാട്ടർ മോളിക്യൂൾസ് ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് നമുക്ക് എക്സാമ്പിൾ പറയാൻ പറ്റും, 2 സോൾട്ട്, നമുക്ക് 3 സോൾട്ട് വേണമെങ്കിൽ എഴുതാം. ഒന്ന് എന്താണ് CuSO4.5H2O, ഇങ്ങനെയൊക്കെ കോമ്പൗണ്ട് വന്നിട്ട് അതിനകത്ത് വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ എത്ര ഉണ്ടെന്ന് ചോദിക്കും. അപ്പം അതിന്റെ 5 ഉണ്ടോ, അപ്പം ഇങ്ങനെ കോമ്പൗണ്ട് തരുവാണെങ്കിൽ 5 വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ ഉണ്ടെന്ന് അർത്ഥം. ഇവന്റെ പേര് ബ്ലൂ വിട്രിയോൾ എന്നാണ്, അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ കോപ്പർ സൾഫേറ്റ്. ശരിക്കും കോപ്പർ സൾഫേറ്റ് എന്നല്ല, H2O വന്നു കഴിഞ്ഞാൽ ഹൈഡ്രേറ്റഡ് കോപ്പർ സൾഫേറ്റ് എന്നാ പറയാ, ഹൈഡ്രേറ്റഡ് കോപ്പർ സൾഫേറ്റ്. ഈ ഹൈഡ്രേറ്റഡിനകത്ത് നിന്ന് ഈ H2O പോയി കഴിഞ്ഞാൽ വെറും കോപ്പർ സൾഫേറ്റ് ആവും, അപ്പൊ അതിന്റെ ബ്ലൂ കളർ അങ്ങ് നഷ്ടപ്പെട്ടു പോകും. അടുത്തതാണെങ്കിൽ FeSO4.7H2O, അതിന് നമ്മൾ ഗ്രീൻ വിട്രിയോൾ എന്ന് പറയും. അത് ഹൈഡ്രേറ്റഡ് ഫെറസ് സൾഫേറ്റ് ആണ്, ഹൈഡ്രേറ്റഡ് ഫെറസ് സൾഫേറ്റ് ആണ്. അതേപോലെ തന്നെ നമുക്ക് Na2CO3.10H2O, നമുക്ക് പഠിക്കാനുള്ളതിൽ ഏറ്റവും കൂടുതൽ വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ ഉള്ള മോളിക്യൂൾ ആണ് ഹൈഡ്രേറ്റഡ് സോഡിയം കാർബണേറ്റ്. അതിനെ നമ്മൾ വാഷിംഗ് സോഡ എന്നാ പറയാ, വാഷിംഗ് സോഡ എന്ന് പറയും, അലക്കുകാരം എന്ന് പറയും. അതിന് നമ്മൾ എന്താണ് ഹൈഡ്രേറ്റഡ് സോഡിയം കാർബണേറ്റ്, ഹൈഡ്രേറ്റഡ് എന്ന് ചേർക്കാൻ കാരണം ആ വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ ഉള്ളതുകൊണ്ടാണ് കേട്ടോ. ഇനി അത് എഴുതാതെ Na2CO3 വെറും എഴുതി കഴിഞ്ഞാൽ വെറും എന്താണ് സോഡിയം കാർബണേറ്റ് എന്ന് പറയാൻ പറ്റും. ഇത് ഹൈഡ്രേറ്റഡ് സോഡിയം കാർബണേറ്റ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഈ വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്.
അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. എഴുതുന്ന വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. The pH of a salt used to make tasty and crispy pakoras is 40. Identify the salt and write a chemical equation. Write a chemical equation for its formation. അതായത് ടേസ്റ്റി ആൻഡ് ക്രിസ്പി പക്കോറസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സോൾട്ടിന്റെ pH എന്ന് പറയുന്നത് 14 ആണ്. അങ്ങനെയാണെങ്കിൽ ആ സോൾട്ടിനെ ഐഡന്റിഫൈ ചെയ്യുക, അതിന്റെ കെമിക്കൽ ഇക്വേഷൻ, അതിന്റെ ഫോർമേഷന്റെ കെമിക്കൽ ഇക്വേഷൻ എഴുതുക. അതുപോലെ ലിസ്റ്റ് ഇറ്റ്സ് യൂസസ്. അപ്പൊ pH 14 ആണെങ്കിൽ അത് ഒരു ബേസിക് സോൾട്ട് ആയിരിക്കണം. ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞായിരുന്നു, എപ്പോഴും ആലോചിച്ചോണം, ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞായിരുന്നു, ആസിഡിനും ബേസിനും മാത്രം പ്യൂറായിട്ടുള്ള ആസിഡും പ്യൂറായിട്ടുള്ള ബേസും മാത്രമല്ല അസിഡിക് ബേസിക് ബിഹേവിയർ ഉള്ളത്, സോൾട്ടുകൾക്കും അസിഡിക് ബേസിക് ബിഹേവിയർ ഉണ്ട്. അതാണ് ഞാൻ നിങ്ങളോട് എപ്പോഴോ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞിരുന്നു. ഒരു സ്ട്രോങ് ആയിട്ടുള്ള, നമുക്കറിയാം ജനറലി ഒരു സോൾട്ട് ഉണ്ടാകുന്നത് എങ്ങനെയാ, ഒരു ആസിഡും ഒരു ബേസും കൂടെ റിയാക്ട് ചെയ്യുമ്പോഴാണ് സോൾട്ടും വാട്ടറും ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഓക്കെ, എന്നാൽ ആസിഡ് സ്ട്രോങ് ആയിട്ടുള്ള ആസിഡും വീക്ക് ആയിട്ടുള്ള ബേസുമാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ ഉണ്ടാകുന്ന സോൾട്ടിന്, സ്ട്രോങ് ആയിട്ടുള്ളത് ആരാണോ അവരുടെ നേച്ചർ ആയിരിക്കും. അതായത് ഈ സോൾട്ടിന് ശരിക്കും പറഞ്ഞാൽ ഒരു അസിഡിക് നേച്ചർ ആയിരിക്കും, അസിഡിക് സോൾട്ട് ആയിരിക്കും ഉണ്ടാവുന്നത്. അതിന്റെ pH 7 താഴെയായിരിക്കും. ഓക്കെ, ഇത് കൺസെപ്റ്റ് ആണ് പറയുന്നത്, ഇതിന് ആൻസർ അല്ല പറയുന്നത്. അതേപോലെ തന്നെ ഒരു വീക്ക് ആയിട്ടുള്ള ആസിഡും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബേസുമാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിലും സോൾട്ട് തന്നെയാണ് ഉണ്ടാകുന്നത്. പക്ഷെ സ്ട്രോങ് ആയിട്ടുള്ളത് ഇവിടെ ബേസ് ആയതുകൊണ്ട് ഉണ്ടാകുന്ന സോൾട്ട് എന്താണ്, ബേസിക് സ്വഭാവമുള്ളതായിരിക്കും. ഒരു ബേസിക് സോൾട്ട് ആയിരിക്കും ഉണ്ടാകുന്നത്. പ്ലസ് എന്താ, പ്ലസ് വാട്ടർ, ഇവിടെയും പ്ലസ് വാട്ടർ. ഓക്കെ, അപ്പം അതായത് സ്ട്രോങ് ആസിഡും വീക്ക് ബേസും ചേർന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സോൾട്ട് അസിഡിക് സോൾട്ട് ആയിരിക്കും. അതിന്റെ pH 7 താഴെ ആയിരിക്കും. ഒരു വീക്ക് ആസിഡും സ്ട്രോങ് ബേസും തമ്മിലാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ളത് ബേസ് ആയതുകൊണ്ട് ബേസിന്റെ സ്വഭാവമുള്ള സോൾട്ട് ആയിരിക്കും ഉണ്ടാകുന്നത്, ബേസിക് സോൾട്ട്. അതിന്റെ pH 7 മുകളിലായിരിക്കും. ഇനിയും രണ്ടും സ്ട്രോങ് ആണെങ്കിലോ, രണ്ടും സ്ട്രോങ് ആസിഡും അതേപോലെ തന്നെ സ്ട്രോങ് ബേസ് ആണെങ്കിലുമോ, അല്ലെങ്കിൽ വീക്ക് ആസിഡും വീക്ക് ബേസും ആണെങ്കിലോ ഉണ്ടാകുന്ന സോൾട്ടിന്റെ കണ്ടീഷൻ എന്തായിരിക്കും, രണ്ടിന്റെയും കണ്ടീഷൻ ഉണ്ടാകുന്നത് ന്യൂട്രൽ സോൾട്ട് ആയിരിക്കും. അതിന്റെ pH 7 ആയിരിക്കും, പ്ലസ് വാട്ടർ. അപ്പം നിങ്ങൾ ആലോചിക്കണം, ആസിഡും ബേസും മാത്രമല്ല pH കാണിക്കുന്നത്, സോൾട്ടിനും pH കാണിക്കും. അപ്പം അതെങ്ങനെ pH കാണിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ആസിഡും വീക്ക് ബേസും ആണെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ളത് ആരാണോ അവന്റെ സ്വഭാവമുള്ള ആസിഡ് ആയിരിക്കും ഉണ്ടാകുന്നത്, ഓക്കെ, അപ്പം നമുക്കറിയാം ജനറലി ആസിഡും ബേസും ചേരുമ്പോഴാണ് സോൾട്ടും വാട്ടറും ഉണ്ടാകുന്നത്. സ്ട്രോങ് ആസിഡും വീക്ക് ബേസും ആണ് ചേരുന്നതെങ്കിൽ സ്ട്രോങ് ആയ ആസിഡ് ആയതുകൊണ്ട് ഉണ്ടാകുന്ന സോൾട്ടിനും ആസിഡ് ബിഹേവിയർ ആയിരിക്കും. അതിന്റെ pH എന്ന് പറയുന്നത് <7 കാണിക്കും. വീക്ക് ആസിഡും സ്ട്രോങ് ബേസും ആണ് റിയാക്ട് ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാകുന്ന സോൾട്ട് എന്ന് പറയുന്നത് സ്ട്രോങ് ആയിട്ടുള്ളത് ബേസ് ആയതുകൊണ്ട് ബേസിക് സ്വഭാവമുള്ള സോൾട്ട് ആയിരിക്കും ഉണ്ടാകുന്നത്. അതിന്റെ pH <7 ആയിരിക്കും. അതേപോലെ തന്നെ ഒരു സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസോ അല്ലെങ്കിൽ വീക്ക് ആസിഡും വീക്ക് ബേസോ റിയാക്ട് ചെയ്ത് രണ്ട് റിയാക്ഷൻ നടന്നാലും ഉണ്ടാകുന്ന ന്യൂട്രൽ സോൾട്ട് ആയിരിക്കും. അതിന്റെ pH എന്ന് പറയുന്നത് 7 ആയിരിക്കും. നമ്മുടെ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഇതുവരെ ആയില്ല, ഈ ക്വസ്റ്റ്യന്റെ കൺസെപ്റ്റ് ആണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. ഓക്കെ, ഇതിനകത്ത് രണ്ടാമത്തെ കേസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് ഇവിടെ ഉണ്ടാകുന്ന pH ഓഫ് സോൾട്ട് യൂസ്ഡ് ടു മേക്ക് ടേസ്റ്റി ആൻഡ് ക്രിസ്പി പക്കോറാസ് 14 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ pH ഉണ്ടായ സോൾട്ടിന്റെ pH 14. അപ്പൊ pH 14 ആണെങ്കിൽ ബേസിക് സോൾട്ട് ആയിരിക്കണം. ബേസിക് സോൾട്ട് എന്ന് പറയുമ്പോഴത്തേക്കും അത് ഒരു വീക്ക് ആസിഡും സ്ട്രോങ് ബേസും തമ്മിൽ ഉണ്ടായ സോൾട്ട് ആയിരിക്കണം. അതുകൊണ്ടാണല്ലോ അത് ബേസിക് സോൾട്ട് ആയത്. അങ്ങനെയാണെങ്കിൽ ആ സോൾട്ട് ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ,
അപ്പൊ നമുക്ക് എന്താണ് ആ സോൾട്ടിന്റെ ആ സോൾട്ട് ഏതാന്ന് ചോദിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ അതിന്റെ കെമിക്കൽ ഫോർമുല എഴുതാൻ ചോദിച്ചിട്ടുണ്ട്, അതിന്റെ ഫോർമേഷനും ചോദിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, എന്തായിരിക്കും അതിന്റെ സോൾട്ട്? ദേവജിത്ത് ഉണ്ട്, ദേവജിത്ത് ഒന്ന് പറയാമോ? സാർ ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് സോഡ, വെരി ഗുഡ്. അത് ബേക്കിംഗ് സോഡയുടെ കെമിക്കൽ നെയിം എന്താ? അല്ല, അതിന്റെ ഫോർമുല എന്താ? NaCO3. ആ, വെരി ഗുഡ്, അത് തന്നെ. അപ്പം എന്താ അതിന്റെ ഐഡന്റിഫൈ ദ സോൾട്ട് എന്ന് പറയുമ്പോഴത്തേക്കും എന്താ? സോഡിയം 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 ബൈകാർബണേറ്റ് അഥവാ സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് എന്ന് എഴുതിയാലും ശരിയാ. അതിന്റെ ഫോർമുല, കെമിക്കൽ ഫോർമുല എന്താ? NaHCO3 ആണ്. അപ്പൊ ആദ്യത്തേന് 2 ആൻസർ ആയി അതിന്റെ ഫോർമുല. ഇനിയും അതിന്റെ കെമിക്കൽ ഇക്വേഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്, അതിന്റെ ഫോർമേഷന്റെ കെമിക്കൽ ഇക്വേഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിന്റെ ഫോർമേഷൻ, അതായത് സോഡിയം, ഇതിന്റെ ഫോർമേഷൻ നമ്മൾ പഠിച്ചായിരുന്നു, ഓർക്കുന്നുണ്ടോ? NaCl സോൾട്ട് എടുത്തിട്ട് അതിനകത്ത് H2Oയും കാർബൺ ഡൈ ഓക്സൈഡും കൂടെ പാസ് ചെയ്താൽ, എന്നിട്ട് അതിനെ അതിന്റെ NH3 കൂടെ എടുക്കണം അല്ലയോ? നമ്മൾ അമോണിയയുടെ പ്രസൻസിൽ NH3 കൂടെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ NaHCO3 പ്ലസ് NH4Cl. അപ്പൊ നിങ്ങൾ ചോദിക്കല്ലോ, ഇവിടെ ആസിഡ് ബേസും കമ്പൈൻ ചെയ്തിട്ടല്ലോ സോൾട്ട് ഉണ്ടാകുന്നത്. സോൾട്ട് നമുക്ക് പല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം, പക്ഷേ ആസിഡ് സോൾട്ടും ബേസിക് സോൾട്ടും ന്യൂട്രൽ സോൾട്ടും മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പഠിപ്പിച്ച കൺസെപ്റ്റ് മനസ്സിലാക്കണം. അത് വെച്ചിട്ട് ഒത്തിരി ക്വസ്റ്റ്യൻസ് പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ജസ്റ്റ് അതിന്റെ ഫോർമേഷൻ ആണ്, നമ്മൾ ഓൾറെഡി നമ്മുടെ നോട്ടിനകത്ത് തന്ന അതേ ഇക്വേഷൻ ആണ് നമുക്ക് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ ആണല്ലോ? അതായത് NaCl-നകത്ത് H2O മിക്സ് ചെയ്തിട്ട് CO2ഉം NH3ഉം ആഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സോൾട്ട് ആണ് എന്ത്? NaHCO3 എന്ന് പറയുന്നത്. ഇതാണ് അതിന്റെ ഫോർമേഷൻ. ഓക്കെ ആണല്ലോ? ഇനി അതിന്റെ എന്താ യൂസസ് ചോദിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, യൂസസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ബേക്കിംഗ് സോഡ നമ്മൾ ബേക്കിംഗ് പൗഡറിന്റെ യൂസിന് വേണ്ടി ഉപയോഗിക്കും. അതായത് ബേക്കിംഗ് സോഡയ്ക്കകത്ത് കുറച്ച് ടാർട്ടാറിക് ആസിഡ് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല മണമുള്ള ബേക്കിംഗ് പൗഡർ ഉണ്ടാവും, അത് കേക്കിന്റെ ഇതിനൊക്കെ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഫയർ എക്സ്റ്റിംഗ്വിഷറിനകത്ത് സോഡിയം ബൈകാർബണേറ്റ് ഉപയോഗിക്കാറുണ്ട്. അതേപോലെ തന്നെ അന്റാസിഡിനകത്തെ ഒരു ഇൻഗ്രീഡിയന്റ് ആയിട്ട് സോഡിയം ബൈകാർബണേറ്റ് ഉപയോഗിക്കാറുണ്ട്. ഇതല്ലാതെ കുറെ യൂസസ് ഞാൻ ടെക്സ്റ്റിനകത്ത് എന്റെ നോട്ടിനകത്ത് തന്നിട്ടുണ്ട്, അത് ഓർക്കുക. എന്നാലും ഞാൻ ഇപ്പം 2-3 യൂസസ് പറയാണ്. യൂസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒന്നെന്ന് പറഞ്ഞാൽ എന്താണ്? യൂസ്ഡ് ഫോർ മേക്കിംഗ്, യൂസ്ഡ് ഫോർ മേക്കിംഗ് ബേക്കിംഗ് പൗഡർ. ശരിക്കും ബേക്കിംഗ് സോഡയ്ക്കകത്ത് കുറച്ച് ടാർട്ടാറിക് ആസിഡ് ആഡ് ചെയ്യുമ്പോഴാണ് ബേക്കിംഗ് പൗഡർ ഉണ്ടാകുക. ഇനി അതേപോലെ തന്നെ യൂസ്ഡ് ഇൻ സോഡ ആസിഡ് ഫയർ എക്സ്റ്റിംഗ്വിഷർ, യൂസ്ഡ് ഇൻ സോഡ ആസിഡ് ഫയർ എക്സ്റ്റിംഗ്വിഷർ. അതേപോലെ തന്നെ എന്താണ്? യൂസ്ഡ് ആസ് ഇൻഗ്രീഡിയന്റ് ഓഫ് അന്റാസിഡ്, യൂസ്ഡ് ആസ് ഇൻഗ്രീഡിയന്റ് ഓഫ് അന്റാസിഡ്. ഇത്ര ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ലാസ്റ്റ് പോയിന്റ് ഒന്ന് വായിക്കാമോ? യൂസ്ഡ് ആസ് ഇൻഗ്രീഡിയന്റ് ഓഫ് അന്റാസിഡ്. അന്റാസിഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നമ്മൾ ഈ വയറുവേദനയൊക്കെ എടുക്കുമ്പോൾ ഒരു പച്ച മരുന്ന് എടുത്ത് കുടിക്കത്തില്ല, അത് അന്റാസിഡാ. മിൽക്ക് ഓഫ് മഗ്നീഷ്യ എന്ന് പറയും, MgOH2. അതിന്റെ മാനുഫാക്ചറിനകത്ത് നമ്മൾ അതിന്റെ ഒരു ഇൻഗ്രീഡിയന്റ് ആയിട്ട് സോഡിയം ബൈകാർബണേറ്റ് ഉപയോഗിക്കാറുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫൈൻ
define olfactory indicators. Olfactory indicators. Name two substances which can be used as olfactory indicators. Define olfactory indicators. Name two substances which can be used as olfactory indicators. അതായത് olfactory indicators എന്താണെന്നും അത് നമുക്ക് രണ്ട് ഒരു olfactory indicators ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രണ്ട് ഇൻഡിക്കേറ്റേഴ്സ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം അതിന്റെ olfactory മീൻസ് സ്മെല്ലുമായിട്ട് റിലേറ്റ് ചെയ്ത ഇൻഡിക്കേറ്റേഴ്സ്. അതായത് ആസിഡോ ബേസോ ആഡ് ചെയ്യുന്ന സമയത്ത് സ്മെൽ ഡിഫറൻസ് വെച്ചിട്ട് നമുക്ക് ആസിഡ് ആണോ ബേസ് ആണോ എന്നുള്ളത് തിരിച്ചറിയാൻ സഹായിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സിനെയാണ് olfactory indicators എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പം അത് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, ഇൻഡിക്കേറ്റേഴ്സ് which work on the basis of order are called olfactory indicators. ഇനി നമുക്ക് വേണമെങ്കിൽ ഒനിയൻ ഉപയോഗിക്കാം. അതേപോലെ തന്നെ എന്താ വാനില എക്സ്ട്രാക്ട്, ഒനിയൻ ആൻഡ് വാനില എക്സ്ട്രാക്ട്. ഈ ഒനിയനകത്തോട്ട് ബേസ് ഒഴിക്കുന്ന സമയത്ത് അതിന്റെ സ്മെല്ല് നഷ്ടപ്പെട്ടു പോകും. കാരണം എന്താ അറിയോ, ഒനിയനകത്ത് ആസിഡ് ഉണ്ട്. അപ്പം എന്തായാലും ഒനിയനകത്തോട്ട് നമ്മൾ ബേസ് ആണ് ഒഴിക്കുന്നതെങ്കിൽ ആ ഒനിയന്റെ സ്മെല്ല് നഷ്ടപ്പെടും. അതിന്റെ കാരണം എന്താ അറിയോ, ആസിഡിനകത്ത് ബേസ് ചെയ്യുമ്പോൾ അത് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ നടന്നിട്ട് എന്താണ് സോൾട്ട് ആൻഡ് വാട്ടർ ഫോം ചെയ്യുന്നതുകൊണ്ട് അതിന്റെ എന്ത് ചെയ്യും, ഈ ഒനിയന്റെ സ്മെല്ല് നഷ്ടപ്പെടും. എന്നാൽ ഒനിയനകത്ത് ഞാൻ ആസിഡ് തന്നെയാണ് ഒഴിക്കുന്നതെങ്കിൽ അവിടെ നോ റിയാക്ഷൻ, ആ ഒനിയന്റെ സ്മെല്ല് പെർസിസ്റ്റ് ചെയ്യും. മനസ്സിലായോ? അതായത് ഒനിയന്റെ ബേസ് ഒഴിക്കുന്ന സമയത്ത് ഒനിയന്റെ സ്മെല്ല് നഷ്ടപ്പെട്ടു പോകും. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒനിയനകത്ത് ആസിഡ് ഉണ്ട്, നമ്മൾ ബേസ് ഒഴിക്കുമ്പോൾ ആസിഡും ബേസും ചേർന്ന് സോൾട്ടും മാത്രം ഉണ്ടാകുന്നത്. ഓക്കെ ആണല്ലോ? അതേപോലെ തന്നെ വാനില എക്സ്ട്രാക്റ്റിനകത്തോട്ടും ബേസ് ഒഴിക്കുന്ന സമയത്ത് വാനിലയുടെ സ്മെല്ല് ഡിസപ്പിയർ ആവും. എന്താണ് ബേസ് ഒഴിക്കുന്ന സമയത്ത്, ആസിഡ് ഒഴിക്കുന്ന സമയത്ത് അതിന്റെ സ്മെല്ല് വ്യത്യാസമൊന്നും വരില്ല എന്നുള്ള കാര്യം ആലോചിച്ച് നോക്കണം. വേണേ ക്ലോവ് ഓയിലും കൂടെ ആഡ് ചെയ്യണം. നമ്മുടെ ബുക്കിനകത്ത് കുറെ തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, ക്ലോവ് ഓയിലും തന്നിട്ടുണ്ടെന്നുള്ളൊരു ഓർമ്മ പോലെ. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് ചൂസ് സ്ട്രോങ് ആസിഡ്സ് ഫ്രം ദ ഫോളോയിങ്. ഒന്ന് CH3COOH, 2 H2SO4, 3 H2CO3, 4 HNO3. ഇതിനകത്ത് സ്ട്രോങ് ആസിഡ് ഏതാണെന്നുള്ളത് തിരിച്ചറിയാന്നുള്ളതാണ് നമ്മുടെ. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ CH3COH എന്ന് പറയുമ്പോൾ അസറ്റിക് ആസിഡ് ആണ്, വീക്ക് ആസിഡ് ആണ്. അതേപോലെ H2CO3 മിനറൽ ആസിഡ് ആണെങ്കിൽ പോലും ഇത് വീക്ക് ആസിഡ് ആണ്. മിനറൽ ആസിഡിലെ ഏക വീക്ക് ആസിഡ് ആണ് H2CO3. ഇതും മിനറൽ ആസിഡ് ആണ്, ഇതും മിനറൽ ആസിഡ് ആണ്. മിനറൽ ആസിഡ് എല്ലാം ജനറലി സ്ട്രോങ് ആസിഡ്സ് ആണ്. എക്സെപ്ഷൻ ഉണ്ട്, H2CO3 മാത്രം. ഇതെല്ലാം സ്ട്രോങ് ആസിഡ് ആണ്. പക്ഷേ മിനറൽ ആസിഡിലെ വീക്ക് ആസിഡ് ആണ് H2CO3. അപ്പം ഇതും വീക്ക് ആസിഡ്, ഇത് ഓർഗാനിക് ആസിഡ് ആണ്, ഇത് വീക്ക് ആണ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് സ്ട്രോങ് ആസിഡ് എന്ന് പറയുന്നത് H2SO4 അതേപോലെ തന്നെ HNO3.
കുറച്ച് MCQs തരാം, ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് എഴുതിക്കോളൂ. which one of the given is a mineral acid. Which one of the given is a mineral acid? Mineral acid ഏതാണ് താഴെ തന്നിരിക്കുന്നത്? ഒന്ന് ഓപ്ഷൻ തന്നിരിക്കുന്നത് ലാക്റ്റിക് ആസിഡ് ആണ്, രണ്ടാമത്തേത് ഫോർമിക് ആസിഡ്, മൂന്നാമത്തേത് ടാർട്ടാറിക് ആസിഡ്, അതേപോലെ തന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡ്. നമുക്കറിയാം മിനറൽ ആസിഡുകൾ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാച്ചുറലി ഒക്കറിങ് മിനറൽസിൽ നിന്നുണ്ടാകുന്ന ആസിഡാണ് മിനറൽ ആസിഡ്. ഇത് ലാക്റ്റിക് ആസിഡ് പാലിനകത്ത് ഉണ്ടാകുന്ന ആസിഡ്, അപ്പൊ അതൊരിക്കലും മിനറൽ ആവത്തില്ല, അത് ഓർഗാനിക് ആണ്. ഫോർമിക് ആസിഡും എന്താണ് ഈ ലാക്റ്റിക് ആസിഡിന്റെ ഫോർമുല ഞാൻ ഓർക്കുന്നില്ല, പഠിക്കാനില്ല, +2 പഠിക്കാനുണ്ട്, ഞാൻ എന്താ ഓർക്കുന്നില്ല. എനിവേ ലാക്റ്റിക് ആസിഡ് ഓർഗാനിക് ആസിഡ് ആണ്. ഫോർമിക് ആസിഡ് എന്ന് പറയുമ്പോൾ HCHO നമ്മൾ പഠിച്ചായിരുന്നു, HCOOH അല്ല, ഫോർമാലിറ്റി ഹെഡർ, HCOOH അതും ഓർഗാനിക് കെമിസ്ട്രിയിൽ പഠിച്ച ആസിഡാണ്, ഓർക്കുന്നുണ്ടോ? ഓർഗാനിക് ആസിഡ്. ടാർട്ടാറിക് ആസിഡ് എന്ന് പറയുമ്പോൾ പുളിയിൽ നിന്നുണ്ടാകുന്ന ആസിഡാണ് ടാർട്ടാറിക് ആസിഡ് എന്ന് പറയുന്നത്, ടാമറിൻ അതിൽ നിന്നുണ്ടാകുന്നതാണ്, അത് ഓർഗാനിക്കാണ്, അതുകൊണ്ടാണ് നമുക്കത് കഴിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഈ പുളിയൊക്കെ നമുക്ക് കഴിക്കാമല്ലോ. അല്ലെങ്കിൽ ഈ പറഞ്ഞ ലാക്റ്റിക് ആസിഡ് നമ്മൾ പാലിനകത്തുള്ള ആസിഡ് അല്ലെങ്കിൽ തൈരിനകത്തുള്ള ആസിഡാണ് ലാക്റ്റിക് ആസിഡ്, അതെല്ലാം നമുക്ക് ഇന്ത്യക്കാൻ പറ്റും. പക്ഷെ ഈ HCl ആണ് ഇവിടുത്തെ മിനറൽ ആസിഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതായിരിക്കും എന്ത് അതിന്റെ ആൻസർ, ഇതായിരിക്കും അതിന്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ MCQ തന്നെയാണ്, കുറച്ച് MCQ തരാം. which one of the given is an organic acid? നാല് ഓപ്ഷൻ ആണ് തന്നിരിക്കുന്നത്. ഒന്ന് സിട്രിക് ആസിഡ്, നാരങ്ങയൊക്കെ ഉണ്ടാകുന്ന നാരങ്ങയ്ക്കകത്തെ ആസിഡിനെയാണ് സിട്രിക് ആസിഡ് എന്ന് പറയുന്നത്. അടുത്തത് HCl, അടുത്തത് ലാക്റ്റിക് ആസിഡ്, അടുത്തത് ബോത്ത് A and C ആണ്. അപ്പൊ നമുക്കറിയാം ഇതിനകത്ത് ആകെയുള്ള മിനറൽ ആസിഡ് എന്ന് പറയുമ്പോൾ HCl അല്ലേ? അപ്പം നമുക്ക് ഓർഗാനിക് ആസിഡ് ആണ് ചോദിച്ചിരിക്കുന്നത്, അപ്പൊ HCl അല്ല. ഓക്കെ, പിന്നെ സിട്രിക് ആസിഡ് ഓർഗാനിക് ആണ്, ലാക്റ്റിക് ആസിഡ് ഓർഗാനിക് ആണ്. അപ്പൊ ഇവിടെ ബോത്ത് A and C ഉണ്ട്, ഇത് എയും ഇതാണ് C, അപ്പൊ ബോത്ത് A and C ആയിരിക്കും അതിന്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ആസിഡ് പ്രസന്റ് ഇൻ ആപ്പിൾ ഈസ് ഡാഷ്. ഓപ്ഷൻ തന്നിരിക്കുന്നത് ഓക്സാലിക് ആസിഡ്, മാലിക് ആസിഡ്, അസറ്റിക് ആസിഡ്, അതുപോലെ ഫോർമിക് ആസിഡ്. അത് അസിറ്റിക് ആസിഡ് അല്ല, ഫോർമിക് ആസിഡും അല്ല, ഓക്സാലിക് ആസിഡും അല്ല, അതിനെല്ലാം പല ഇതാണ്. മാലിക് ആസിഡ് ആണ് അതിന്റെ ആൻസർ, മാലിക് ആസിഡ് ആണ്. ആപ്പിളിനകത്ത് പ്രസന്റ് ചെയ്തിരിക്കുന്ന ആസിഡിന്റെ പേര് മാലിക് ആസിഡ്.
നിങ്ങൾ പഠിക്കാത്ത, ജനറലി പഠിക്കാത്ത എന്നാൽ ചോദ്യം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് പ്രീവിയസ് ഇയറിനകത്ത്. ഞാനത് തരാമേ, അത് നമുക്ക് നോക്കട്ടെ. അത് ശരിക്കും നിങ്ങളത് ഞാനത് ജസ്റ്റ് പറഞ്ഞിട്ടേ ഉള്ളൂ, പക്ഷെ അത് വെച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കൊന്ന് അത് ചിലപ്പോൾ മാർക്ക് കിട്ടിക്കാണും. അത് എന്താണ് ഔട്ട് ഓഫ് സിലബസ് ഇതാണ്, +1 പഠിക്കുന്ന ടോപ്പിക്കാണ്, മാർക്ക് കിട്ടിക്കാൻ. എന്നാലും ഞാൻ പറഞ്ഞുതരാം. ഇത് ആ ക്വസ്റ്റ്യൻ അല്ല, ഇത് വേറെ ക്വസ്റ്റ്യൻ ആണ്. മോസ്റ്റ് ഓഫ് ദ ഓക്സൈഡ് of metal, most of the oxide of metals when react with acid forms dash. മെറ്റൽ ഓക്സൈഡ് ആസിഡായിട്ട് റിയാക്ട് ചെയ്താൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ചോദ്യം. അതിൽ ഒരു ഓപ്ഷൻ തന്നിരിക്കുന്നത് ബേസ്, 2 ഓപ്ഷൻ തന്നിരിക്കുന്നത് ആസിഡ്, 3 ഓപ്ഷൻ തന്നിരിക്കുന്നത് സോൾട്ട്, 4 ഓപ്ഷൻ തന്നിരിക്കുന്നത് ഐദർ എ ഓർ ബി. അപ്പൊ ഓർത്തോണം, മെറ്റൽ ഓക്സൈഡ് നമുക്ക് ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എടുക്കാം. MgO, അത് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, HCl-ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും ഉണ്ടാകുന്നത്? ഉറപ്പായിട്ടും അവിടെ എന്താണ്, അതായത് നമ്മൾ പറഞ്ഞു മെറ്റാലിക് ഓക്സൈഡ് എന്ന് പറയുമ്പോൾ ബേസിക് സ്വഭാവമാണ്. OH മൈനസ് അയൺസ് വരുന്ന ആൾക്കാരും O2 മൈനസ് അയൺസ് വരുന്ന ആൾക്കാരും ബേസാണ്. അപ്പൊ മെറ്റൽ ഓക്സൈഡിനകത്ത് കണ്ടോ എന്തായാലും O2 മൈനസ് ഉണ്ട്. O2 മൈനസ് വരുന്ന ആൾക്കാരും ബേസ് തന്നെയാണ്. അപ്പൊ ഇത് ബേസ് പ്ലസ് ആസിഡ് തന്നെയാണ്. അപ്പൊ സോൾട്ട് പ്ലസ് വാട്ടർ തന്നെ ഉണ്ടാവുള്ളൂ, സോൾട്ട് പ്ലസ് വാട്ടർ. അതുകൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന റിയാക്ഷൻ എന്ന് പറയുമ്പോൾ MgCl2 പ്ലസ് H2 ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പൊ അവർ ചോദിച്ചിരിക്കുന്നത് മോസ്റ്റ് ഓഫ് ദി ഓക്സൈഡ് ഓഫ് മെറ്റൽ when react with the acid forms എന്താ? സോൾട്ട്. ഓക്കെ, ഞാൻ ഈ ക്വസ്റ്റ്യനും ഈ പറഞ്ഞ പ്രീവിയസ് ഇയറിനകത്ത് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ സിലബസിനകത്ത് ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. അതും കൂടെ ഞാൻ തരാം. ചിലപ്പോൾ ഇതൊക്കെ ചോദിക്കുക, അല്ല അതുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കാണ്, അപ്പൊ അതിനകത്ത് വരാം. വിച്ച് വൺ ഓഫ് ദ ഗിവൺ ഈസ് ഹൈഡ്രാസിൽ. ഇതിന്റെ നോട്ടിനകത്ത് ഞാൻ തന്നിട്ടില്ല, പക്ഷെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടേ. അപ്പൊ അത് ഹൈഡ്രാസിഡ്, അതായത് ഹൈഡ്രാസിഡ് എന്താന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഹൈഡ്രാസിഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഹൈഡ്രജനും വേറൊരു നോൺ മെറ്റാലിക് എലമെന്റും മാത്രമുള്ള ആളിനെയാണ് നമ്മൾ, അതിനകത്ത് ഓക്സിജൻ കാണാൻ പാടില്ല, അങ്ങനെയുള്ള ആസിഡിനെയാണ് നമ്മൾ ഹൈഡ്രാസിഡ് എന്ന് പറയുന്നത്. ഓർത്തോളം, ഹൈഡ്രജനും വേറൊരു നോൺ മെറ്റാലിക് ആയിട്ടുള്ള ഒരു എലമെന്റും അതേപോലെ തന്നെ ഓക്സിജൻ അതിനകത്ത് കാണാനും പാടില്ല. ഓക്കെ, അങ്ങനെയുള്ള ആസിഡിനെയാണ് ഹൈഡ്രാസിഡ് എന്ന് പറയുന്നത്. അത് വേണമെന്നുണ്ടെങ്കിൽ എഴുതിയിട്ടേക്കണം, എന്താണ് സൈഡിലോട്ട് എവിടെയെങ്കിലും എഴുതിയിട്ടേക്കണം, എ ടൈപ്പ് ഓഫ് ആസിഡ് that contains hydrogen and another non-metallic element, മെറ്റൽ അല്ലാത്ത ഒരു എലമെന്റും ഉണ്ടാവണം. പക്ഷെ ബട്ട് നോ ഹൈഡ്രജൻ, നോ ഓക്സിജൻ കാണാൻ പാടില്ല.
HCl ഒക്കെ ആയത് അതിന്റെ HCl HBr ഒക്കെ ഹൈഡ്രാസിഡ്സ് കാരണം HCl ഹൈഡ്രജൻ ഉണ്ട്, ഒരു നോൺ മെറ്റൽ ആയിട്ടുള്ള ക്ലോറിൻ ഉണ്ട്, ഓക്സിജൻ ഇല്ല, അപ്പൊ ഇതൊരു ഹൈഡ്രാസിഡ് ആണ്. HBr അതും ഹൈഡ്രാസിഡ് ആണ്. HI അതും ഹൈഡ്രാസിഡ് ആണ്. F അതും ഹൈഡ്രാസിഡ് ആണ്. അതിനകത്ത് ഹൈഡ്രജനും ഒരു നോൺ മെറ്റാലിക് ആയിട്ടുള്ള എലമെന്റേ ഉള്ളൂ. അപ്പം പക്ഷേ ഇവിടെ ക്വസ്റ്റ്യനകത്ത് ഇതൊന്നും അല്ല തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യനകത്ത് തന്നിരിക്കുന്നത് ഒരു ഓപ്ഷൻ തന്നിരിക്കുന്നത് H3PO4 ആണ്. രണ്ടാമത്തെ ഓപ്ഷൻ തന്നിരിക്കുന്നത് H2SO4 ആണ്. മൂന്നാമത്തേത് HCN ആണ് തന്നിരിക്കുന്നത്. നാലാമത്തേത് HNO3 ആണ്. ഇതിനകത്ത് ഹൈഡ്രജൻ ഉണ്ട്, നോൺ മെറ്റൽ ഇവിടെ വേറെ ഒന്നും നോക്കണ്ട. ഇവിടെ ഹൈഡ്രജൻ ഉണ്ടെങ്കിലും ഈ ഓക്സിജൻ ഉണ്ട്, അപ്പൊ ഇത് ഹൈഡ്രാസിഡ് അല്ല. ഇവിടെ ഹൈഡ്രജൻ ഉണ്ട്, സൾഫർ അതും നോൺ മെറ്റൽ ആണ്, പക്ഷെ ഓക്സിജൻ ഉണ്ട്, അതുകൊണ്ട് ഇതും ഹൈഡ്രാസിഡ് അല്ല. ഇവിടെ ഹൈഡ്രജൻ ഉണ്ട്, നൈട്രജൻ നോൺ മെറ്റൽ ആണ്, പക്ഷെ ഓക്സിജൻ ഉണ്ട്, ഇതും ഹൈഡ്രാസിഡ് അല്ല. ഇവിടെ ഹൈഡ്രജനും വേറൊരു നോൺ മെറ്റാലിക് എലമെന്റ് ഉള്ളൂ. കണ്ടോ, കാർബൺ നോൺ മെറ്റൽ ആണ്, നൈട്രജൻ നോൺ മെറ്റൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവനാണ് നമ്മുടെ ഹൈഡ്രാസിഡ്. ഇവിടെ ഓർത്തു വെച്ചോണം. അടുത്ത ക്വസ്റ്റ്യൻ which one of the given acid is used in the treatment of bone marrow and scurvy disease. ഒന്നെന്ന് പറയുന്നത് ഓപ്ഷൻ തന്നിരിക്കുന്നത് അസറ്റിക് ആസിഡ് ആണ്. രണ്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് തന്നിരിക്കുന്നത്, രണ്ടാമത്തെ ഓപ്ഷൻ. മൂന്നാമത്തെ ഓപ്ഷൻ അസ്കോർബിക് ആസിഡ് ആണ് തന്നിരിക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടില്ല ഇതൊന്നും, ഈ അസ്കോർബിക് ആസിഡ്. നാലാമത് തന്നിരിക്കുന്നത് നൈട്രിക് ആസിഡ് ആണ്. അപ്പൊ ഇതിനകത്ത് സ്കർവി ഡിസീസ് എന്ന് പറയുമ്പോൾ മോണരോഗം എന്ന് പറയും. മറ്റേത് ബോൺ മാരോയും മോണരോഗവുമായിട്ട് ബന്ധപ്പെട്ട ഡിസീസിനെ ട്രീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആസിഡ് എന്ന് പറയുന്നത് അസ്കോർബിക് ആസിഡ് ആണ്. ഇതായിരിക്കും അതിന്റെ ആൻസർ. ഓർത്ത് വെച്ചേക്കുക. ഇത് ഈ പറയുന്ന എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ പഠിക്കാത്ത കുറച്ച് ടോപ്പിക്കുകളാണ്. ഇതിൽ നിന്നൊക്കെ ചെറിയ ഒരു മാർക്ക് MCQ ചോദിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, generally when certain metal react with an acid they release dash. അതായത് മെറ്റല് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം മെറ്റൽ ഓപ്ഷൻ ഒന്നും എഴുതാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. മെറ്റൽ പ്ലസ് ആസിഡ് ഗീവ്സ് സോൾട്ട് പ്ലസ് ഹൈഡ്രജൻ ആയിരിക്കും. കണ്ടോ? അപ്പൊ ജനറലി റിലീസ് ചെയ്യുന്ന എന്തായിരിക്കും? ഹൈഡ്രജൻ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പൊ ഓപ്ഷൻ ഒന്നും ഞാൻ തരുന്നില്ല, ആൻസർ ഹൈഡ്രജൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, which one of the given is formed when sodium hydrogen carbonate reacts with
reacts with hydrochloric acid HCl. അതായത് സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് എന്ന് പറയുമ്പോൾ NaHCO3 ഇത് HCl ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇത് NaHCO3 എന്ന് പറയുമ്പോൾ ഒരു ബേസിക് സ്വഭാവമുള്ള ഒരു സോൾട്ട് ആണ്. അപ്പം എന്താണ് ഇത് ബേസും ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്തായാലും വീണ്ടും ഈ പറഞ്ഞ പോലെ തന്നെ എന്താണ് എന്താ ഉണ്ടാകുന്നത് നമുക്ക് നോക്കാം. അതായത് ഇവര് പറഞ്ഞിരിക്കുന്ന 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഓപ്ഷൻ കൂടെ തരാമേ, അത് ഓപ്ഷൻ തന്നാലേ പറയാൻ പറ്റത്തുള്ളൂ. അതായത് ഓപ്ഷൻ ആദ്യം ഒന്ന് തരാം. ഒന്നാമത്തേത് സോഡിയം ഡൈഓക്സൈഡ്. സോഡിയം ഡയോക്സൈഡ് ഇത് നിങ്ങൾ കേട്ടിട്ടില്ല. ഇങ്ങനെ സോഡിയം ഡയോക്സൈഡ് എന്ന് പറയുമ്പോൾ സോഡിയം ഡയോക്സൈഡ് നോക്കട്ടെ, ക്വസ്റ്റ്യൻ കറക്റ്റ് ആണോ നോക്കട്ടെ. ഓക്കെ, സോഡിയം ഡയോക്സൈഡ് തന്നെ. അപ്പൊ നോക്കിയോ, സോഡിയം ഡയോക്സൈഡ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചത് വെച്ചിട്ട് എയും ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ Na1+ O2- കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് Na2O ആ വരുന്നത്. ഈ Na2നെയാണ് സോഡിയം ഡയോക്സൈഡ് എന്ന് പറയുന്നത് കേട്ടോ. അത് ഓർത്ത് വെച്ചേക്കണം. നമ്മൾ Na2നെ സോഡിയം ഡയോക്സൈഡ് എന്ന് പഠിച്ചിട്ടില്ല. Na2O എന്ന് നമ്മൾ പലയിടത്തും പഠിച്ചിട്ടുണ്ട്. പക്ഷേ സോഡിയം ഡയോക്സൈഡ് എന്ന് പറയുന്നത് Na2O-നെയാണെന്നുള്ള കാര്യം പറഞ്ഞോണം, അപ്പോൾ ഓർത്തോണം. ഓക്കെ, രണ്ടാമത്തെ ഓപ്ഷൻ തന്നിരിക്കുന്നത് CO2 ആണ്. മൂന്നാമത്തെ ഓപ്ഷൻ തന്നിരിക്കുന്നത് വാട്ടർ ആണ്. നാലാമത്തെ ഓപ്ഷൻ തന്നിരിക്കുന്നത് ഓൾ ഓഫ് ദീസ് ആണ്. എപ്പോഴും ആലോചിച്ചോണം, സോഡിയം ഹൈഡ്രോജൻ കാർബണേറ്റ് എന്ന് പറയുമ്പോൾ NaHCO3 എന്ന് പറയുന്നത് നമ്മുടെ HCl-ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സോഡിയം ഡയോക്സൈഡ് അതായത് Na2O-യും അതേപോലെ തന്നെ CO2-വും അതേപോലെ തന്നെ H2O. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, കാർബണേറ്റ് റിയാക്റ്റിനകത്ത് വന്നാൽ പ്രൊഡക്റ്റിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടർ ഉറപ്പായിട്ടും ഉണ്ടാവും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതും എല്ലാം ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് തന്നെ ഇതിന് ആൻസർ ഓൾ ഓഫ് ദീസ് ആണെന്നുള്ള കാര്യം ആലോചിച്ചു. കുഞ്ഞുങ്ങളെ ഈ ക്വസ്റ്റ്യനകത്ത് ഒരു തിരുത്ത് കാണും. ഒരു സെക്കൻഡ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം. കാരണം സോഡിയം ഡൈ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ NaO2 എന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ NaO2 എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് ഇല്ല നമുക്ക്, Na2O എന്നുള്ളത്. അപ്പം ഡൈസോഡിയം ഓക്സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ്. അപ്പൊ ഈ ഓപ്ഷൻ തന്നിരിക്കുന്നത് തെറ്റാണ്. മാത്രമല്ല ഇവിടെ NaHCO3-യുമായിട്ട് HCl റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സോൾട്ട് ആയിരിക്കണം ഉണ്ടാകേണ്ടത്, NaCl വേണം ഉണ്ടാവാൻ. പക്ഷെ അവർ Na2O. അപ്പൊ ഇതവിടെ നിൽക്കട്ടെ, ഈ ക്വസ്റ്റ്യൻ നിൽക്കട്ടെ. ഈ ക്വസ്റ്റ്യൻ തെറ്റാണ്. ക്വസ്റ്റ്യൻ തെറ്റാണ്, പക്ഷെ ഓപ്ഷൻ തന്നിരിക്കുന്നത് അല്ല, ക്വസ്റ്റ്യൻ ശരിയാണ്, ഓപ്ഷൻ തന്നിരിക്കുന്നത് തെറ്റാണ്. അപ്പൊ അതവിടെ നിൽക്കട്ടെ. ഈ ആൻസർ വരാൻ സാധ്യതയില്ല. കാരണം ഒന്നത്തെ പ്രശ്നം എന്ന് പറയുമ്പോൾ സോഡിയം ഡയോക്സൈഡിന്റെ ഒരു എന്താണ് ഫോർമുലയുടെ ഒരു പ്രശ്നമുണ്ട്. ഡൈസോഡിയം ഓക്സൈഡിനെയാണ് നമ്മൾ Na2 എന്ന് പറയാം. അവർ സോഡിയം ഡയോക്സൈഡ് എന്നാണ് തന്നിരിക്കുന്നത്, അതൊരു വ്യത്യാസം. രണ്ട്, ഈ ഓൾ ഓഫ് ദീസ് എന്ന് പറഞ്ഞാണ് എന്താണ് നമ്മുടെ ഇതിനകത്ത് ആൻസർ കിടക്കുന്നത്. പക്ഷെ ഓൾ ഓഫ് ദീസ് വരില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഓപ്ഷൻ NaCl ആയിരിക്കണമായിരുന്നു. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഓൾ ഓഫ് ദീസ് വരുള്ളൂ. ഇത് ഡൈസോഡിയം ഓക്സൈഡ് ആയിരിക്കുന്നത്. അതായത് കാർബൺ ഡൈ ഓക്സൈഡും H2O എന്തായാലും ഉണ്ടാവും. പക്ഷെ ഡൈസോഡിയം ഓക്സൈഡ്, അതായത് സോഡിയം ഡയോക്സൈഡ് എന്ന് പറയുന്ന സാധനം അല്ല ഇവിടെ ഉണ്ടാവുന്നത്. അപ്പൊ അതവിടെ നിൽക്കട്ടെ, അതവിടെ പെൻഡിങ്ങിലാണ്. ഓക്കെ, ചിലപ്പോൾ അവർക്ക് ഓപ്ഷൻ തെറ്റിയതായിരിക്കും. NaCl എന്നായിരിക്കും ഇവിടെ അവർ എഴുതാൻ ഉദ്ദേശിച്ചത്. അങ്ങനെയാണെങ്കിൽ ഓൾ ഓഫ് ദീസ് ആണ് ആൻസർ. ഞാൻ വേറെ ഗൈഡിനകത്തൂടെ നോക്കട്ടെ. അപ്പൊ ഇതിനകത്ത് ചിലപ്പം തെറ്റാവാനുള്ള സാധ്യത, ഈ ഒരു ഓപ്ഷൻ തെറ്റാവാനുള്ള സാധ്യതയുണ്ട്. കാരണം NaHCO3 എന്ന് പറയുമ്പോൾ ഒരു ബേസിക് സ്വഭാവമുള്ള സോൾട്ടാണ്. മറ്റേ HCl-ആയിട്ട് റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ ബേസും ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ സോൾട്ടും വാട്ടറുമാണ് ഉണ്ടാവേണ്ടത്. അപ്പോൾ സോൾട്ട് ഉണ്ടാവില്ല. Na2O എന്ന് പറയുന്നത് ഒരു സോൾട്ട് അല്ല, ഒരു ഓക്സൈഡ് ആണ്.
അപ്പം ഈ പറഞ്ഞ പോലെ NaCl ഇവിടെ ഉണ്ടാകേണ്ടത്, അത് എന്തായാലും കൺഫേം ആക്കിയിട്ട് പറയാം. ഒരു ക്വസ്റ്റ്യൻ കൂടെ എഴുതിക്കോ. A strong acid dash. ഒന്നാമത്തെ ഓപ്ഷൻ തന്നിരിക്കുന്നത് കംപ്ലീറ്റ്ലി gets ionized in water. രണ്ടാമത്തെ ഓപ്ഷൻ തന്നിരിക്കുന്നത് partially gets ionized in water. അതേപോലെ തന്നെ മൂന്നാമത്തേത് do not get ionized. നാലാമത്തേത് all of these. സ്ട്രോങ് ആസിഡ് ആണ്. സ്ട്രോങ് ആസിഡ് എന്ന് പറയുമ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി അയോൺസ് ആയി മാറുന്ന ആസിഡുകളെയാണ് സ്ട്രോങ് ആസിഡ് എന്ന് വിളിക്കുന്നത്. കൂടുതൽ അയോൺസ് ഉണ്ടാകും, കൂടുതൽ H+ അയോൺസ് ജനറേറ്റ് ചെയ്യും വാട്ടറിനകത്ത് ഡിസോൾവ് ചെയ്യുന്ന സമയത്ത്. അപ്പം ഇതിന്റെ ആൻസർ